വിനു, ഷൈൻ ടോം ചാക്കോ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പോലീസ് സ്റ്റേഷനിലെത്തുക. ഇന്നലെ വീട്ടിൽ പോലീസ് എത്തി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല, മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പിതാവ് പറഞ്ഞത്. ഇന്നലെ ഷൈൻ്റെ അമ്മ പറഞ്ഞു മകനെ വേട്ടയാടുകയാണെന്ന്. ഇന്നലെ പിതാവ് വീണ്ടും പറയുകയുണ്ട ഈ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ട കേസ് എന്താണെന്ന്, കേസ് നടത്തി 10 വർഷം കേസ് നടത്തി പരിചയമുള്ളതാണെന്നൊക്കെ. ഭയങ്കര ആത്മവിശ്വാസമാണല്ലോ. സത്യം പറഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കുമാണ് ആദ്യം തല്ല് കൊടുക്കേണ്ടത്. കാരണം ഇത്രയും മകനെ ഇങ്ങനെ കെട്ടഴിച്ച് വിട്ടതിന് ഇതിപ്പോൾ കുറേ പൈസയൊക്കെ ആയപ്പോഴത്തേക്ക് ഉണ്ടാകുന്നൊരു അഹങ്കാരം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇന്ന് കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഷൈൻ ടോം ചാക്കോ. ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ച് നമുക്കറിയാം, പണ്ട് മുതലേ അദ്ദേഹം മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ, ഇത് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ്. അതോടൊപ്പം തന്നെ ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട് പല ഇൻ്റർവ്യൂകളിലും പങ്കെടുക്കാറുണ്ട്. ഈ സിനിമ പ്രൊമോഷൻ്റെയൊക്കെ ഇൻ്റർവ്യൂകളിൽ പങ്കെടുക്കാറുണ്ട്. അത് പലപ്പോഴും ഡയറക്ടറും നിർമ്മാതാവും ഒക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. കാരണം അവർ ഫംഗ്ഷൻ തുടങ്ങും, അപ്പോഴും നടൻ എത്തിയിട്ടില്ല. ഇയാൾ എവിടെയെങ്കിലും ഹോട്ടൽ റൂമിലൊക്കെ ആയിരിക്കും. പിന്നീട് ഒരു പകുതിയൊക്കെ ആവുമ്പോഴായിരിക്കും ഇയാളുടെ ഒരു വരവുണ്ട്. ഒരു കൂട്ടം ആളുകളൊക്കെ ആയിട്ട് ഒരു വല്ലാത്ത രീതിയിലുള്ള നടന്ന് വരുന്നൊരു രീതികളൊക്കെ ഉണ്ട്. അതൊക്കെ പലർക്കും അസ്വസ്ഥതകളുണ്ടാക്കും. പക്ഷേ ഇവർക്ക്, പ്രൊഡ്യൂസറിനും ഡയറക്ടർക്കും ഒക്കെ ഇത് സഹിച്ചേ പറ്റൂ. കാരണം അവർക്ക് ഇത് എങ്ങനെയാലും ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടല്ലോ. പൂജ സമയത്തുമൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പിന്നെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ വഷളനായിട്ടുള്ള രീതിയിലുള്ള മറുപടികൾ. ഇപ്പോൾ ഒരു വനിതാ ജേർണലിസ്റ്റ് ആണെങ്കിൽ അവരോട് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള സംഭാഷണങ്ങൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു കാറിനുള്ളിൽ ഷൈൻ ഡ്രൈവ് ചെയ്തുകൊണ്ടുള്ളൊരു ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അതിലിതുപോലെ ഡ്രൈവിംഗ് അറിയാവുന്ന ആങ്കറോട് ചോദിക്കുന്നു. അപ്പോൾ ആങ്കർ പറയുന്നു, ഡ്രൈവിങ് അറിയാം, പക്ഷേ എനിക്ക് പേടിയാണ്, അത്ര എക്സ്പെർട്ട് അല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ വണ്ടി അമിത വേഗതയിലും ഭയങ്കരമായി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും ഒക്കെ പേടിപ്പിച്ച് വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്നു. അപ്പോൾ ആ ആങ്കർ പേടിച്ച് നിലവിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ് ഈ ഷൈൻ ടോം ചാക്കോ. എന്തോ നമുക്കൊന്നും എനിക്ക് പുള്ളിയുടെ ഒരു അഭിനയത്തിന് വലിയൊരു ഉള്ളതായിട്ടോ അല്ലെങ്കിൽ എടുത്തു പറയാവുന്നൊരു കഥാപാത്രമായിട്ടോ, ഞാൻ ന്യൂജൻ സിനിമകളെല്ലാം കാണുന്ന ഒരാളാണ്. പക്ഷേ അത്ര വലിയൊരു അഭിനേതാവെന്നൊന്നും തോന്നിയിട്ടില്ല. കുറേ ഗുണ്ടാ സെറ്റപ്പോ അങ്ങനെയൊക്കെയുള്ള ഒരു വേഷത്തിലൂടെയാണ് ഇയാൾ വരാറുള്ളത്. അതേസമയം ശ്രീനാഥ് ഭാസിയൊക്കെ ആണെങ്കിൽ പിന്നും നമ്മൾ ചില കഥാപാത്രങ്ങൾ അത്യാവശ്യം ഇന്ദ്രൻസിൻ്റെയൊക്കെ സിനിമയിലൊക്കെ ഇല്ലേ, ശ്രീനാഥ് ഭാസി അല്ലേ. അപ്പം അത്തരത്തിൽ ഷൈൻ ടോം ചാക്കോയെ എന്താണ് ഇത്രയും ആൾക്കാരിങ്ങനെ വലിയ സംഭവമായി കൊണ്ടു നടക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് പബ്ലിസിറ്റിയൊക്കെ ആയിരിക്കാം ഇയാൾക്ക് ഇത്രയധികം ഒരു ആരാധകർന്ന് പറയാൻ പറ്റില്ല, ഇത്രയൊരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തത്. ശരിക്കും നടന്റെ കഴിവ് വെച്ചിട്ടാണ് നടൻ ശ്രദ്ധേയനാവുന്നത്. ഇപ്പൊ ഇന്ദ്രൻസ് പോലും പണ്ട് കോമഡി നടനായിട്ട് വന്നു, പിന്നീട് സീരിയസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തു, ടച്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നു, ദേശീയ അവാർഡിലേക്ക് എത്തുന്നു. ഒരു നടൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കും, തന്റെ കഴിവ് കൊണ്ട് അഭിനയത്തിലൂടെ എന്താണോ തന്റെ ജോലി അതിൽ കൂടെ തന്നെ മികച്ചവൻ എന്നുള്ളൊരു പേര് എടുത്തല്ലേ പറയുന്നത്. അതുപോലെ നെഗറ്റീവായി സിനിമകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റുന്നില്ല. എന്ത് അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പൊ യുവതലമുറയിൽ തന്നെ നടന്മാരുണ്ട്. ഞാൻ പറയാം, നസ്ലിൻ എന്ന് പറഞ്ഞൊരു നടനുണ്ട്. ഇപ്പൊ ആലപ്പുഴ ജിംഖാന, പ്രേമലു, കുറേയേറെ സിനിമകളിൽ നായകനായിട്ടുള്ള ഇയാളൊക്കെ വളരെ മാന്യമായിട്ടാണ് സെറ്റിലെ പെരുമാറ്റം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുപോലെ മാത്യു എന്ന് പറഞ്ഞൊരു നടനുണ്ട്. അതായത് +2 കഴിഞ്ഞപ്പോഴേ സിനിമയിൽ പ്രധാനപ്പെട്ട നായക വേഷങ്ങൾ കൈകാര്യം ചെയ്യുകയാണ്. ഇപ്പം പഠനം പോലും ഓൺലൈനാക്കിക്കൊണ്ട് സിനിമാഭിനയവുമായി രംഗത്ത് ഒരുപാട് സിനിമകളിലുണ്ട്. അവരൊക്കെ തന്നെ എത്ര മാന്യമായിട്ടാണ് പെരുമാറുന്നത്. അതുപോലെ തന്നെ ഈ ഷൈൻ നിഗം ഇപ്പം ഈ കുറേ പേര് വിരട്ടിയതോടുകൂടി ഷൈൻ നിഗം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ശ്രീനാഥ് ഭാസിയും ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ സിനിമാക്കാർക്കോ അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്കൊക്കെ ഒരു തലവേദന തന്നെയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഇവർ സംഘടനകൾ തന്നെ ഇവരെ ഒഴിവാക്കണം. അമ്മയും ആക്റ്റയും പെപ്കയും ഒക്കെ ഇവരെ ഒഴിവാക്കി നിർത്തുമ്പോഴത്തേക്ക് പിന്നെ ഇവർ നേർവഴിക്ക് വരും, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു നേർവഴിക്ക് വരാനായിട്ട് വിരട്ടൽ സഹായിക്കുന്നു. കാരണം വിരട്ടാനുള്ള ധൈര്യം പോലും പലർക്കും ഇല്ല. ഇപ്പൊ എന്താ വിൻസിയുടെ പരാതി ഇവിടെ പോയി, അത് തന്നെ ഇതായില്ലേ. വിൻസിക്ക് ആ പേര് വെളി പറഞ്ഞത് തന്നെ വലിയ പ്രശ്നമായിരിക്കുന്നു. എനിക്ക് തോന്നുന്നു എന്നെ എരുതിയിൽ നിന്ന് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എടുത്തിട്ടാണെന്നാണ് വിൻസി പറഞ്ഞത്. അത്രയ്ക്ക് ഭയക്കുന്നു, അത്രയ്ക്ക് പേടിയോടുകൂടിയാണോ ഇവരെ കാണുന്നത്. ഒരു അനീതി നേരിട്ട പെൺകുട്ടി ഇത്രയും ഭയത്തോടു കൂടിയാണോ ഈ അനീതി ചെയ്ത് അവരോട് പരാതിപ്പെടാൻ പോകരുതായിരുന്നു. എന്തർത്ഥമാണ് പരാതിക്ക് എന്താ അർത്ഥമുള്ളത് എന്നുള്ളതാണ്.
ഈ ഷൈൻ ടോം ചാക്കോ ഹോട്ടലിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതെ. അതായത് അതിൻ്റെ ഷെയ്ഡിലേക്ക് ചാടി അവിടെ നിന്ന് ചാടി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇത് ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായ തെളിവുകൾ ഉണ്ടെങ്കിലല്ലേ പോലീസ് കേസെടുക്കത്തുള്ളൂ. ഇങ്ങനെ പേടിച്ചു ഓടേണ്ട കാര്യമെന്തോ? അതായത് ഒരു ഹോട്ടൽ റൂമിൻ്റെ ജനൽ വഴി ചാടി അതിൻ്റെ ഷെയ്ഡിൽ ചാടുന്നു, അവിടെ നിന്ന് താഴേക്ക് ചാടുന്നു, സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു. സിനിമ ഇല്ലെന്ന രീതിയിലാണ് പോയത്. അതായത് നടിയുടെ പരാതിയിൽ ഷൈൻ ഇന്റേണൽ കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് താരസംഘടനയായ അമ്മ മെയിൽ അയച്ചതായി ഷൈനിൻ്റെ കുടുംബവും അറിയിച്ചിട്ടുണ്ട്. വിൻസി അലോഷ്യസിൽ നിന്ന് എക്സൈസ് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചെങ്കിലും നിയമ നടപടികൾക്ക് താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ വിൻസി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് എക്സൈസിൻ്റെ തീരുമാനം. അപ്പം ഇവരെല്ലാം തന്നെ പിന്നോട്ട് പോകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അതെ അതെ. വേറെ ഏറ്റവും വലിയതെന്ന് മാലാ പാർവതി ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. അവർ പറയുന്നത് ഷൈൻ ടോം ചാക്കോ നല്ലൊരു ചെറുപ്പക്കാരനാണ്. അയാൾ സെറ്റിൽ വന്നാൽ 2 ആഴ്ചയ്ക്ക് ശേഷം വന്നാലും പ്രോപ്പർട്ടി വരെ ശ്രദ്ധിക്കും. ഇവിടെ ഈ അലമാരയ്ക്കകത്ത് ഈ സാധനം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ചെയ്യുമ്പോൾ, ഇപ്പോൾ അതില്ലല്ലോ. അത്ര ഭയങ്കര കഴിവുള്ള ഒരു കലാകാരനാണ്. വിൻസി എടുത്തൊക്കെ തമാശ പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് തമാശയായിട്ട് തോന്നും. വസ്ത്രം മാറാൻ പോകുമ്പോൾ കൂടെ വരട്ടെ എന്നുള്ളത് അവർക്ക് തമാശയായിരിക്കും. പക്ഷേ ഒരു നടിക്ക് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന മാനസികമായ ട്രോമോ അവർ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ വളം വെച്ച് കൊടുക്കുന്ന ഇവരെ പോലുള്ള ആൾക്കാരാണ്. മാലാ പാർവതിയൊക്കെ വളരെ ആക്ടിവിസം ഒക്കെ പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ വാദിക്കുകയും സ്ത്രീകളുടെ അവകാശത്തിന് നിൽക്കുന്ന ഒരു മുഖമായിട്ടൊക്കെ നിന്നിട്ട് പെട്ടെന്ന് ഇത്തരം ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാർക്കൊപ്പം വേട്ട ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാലാ പാർവതിയൊക്കെ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയാണ്. അതെ അതെ. അത് പ്രത്യേകിച്ച് ഇവരെ പോലുള്ള അവർ കുറേ കാലം സാമൂഹ്യ പ്രവർത്തകയായിരുന്നു. അതോടൊപ്പം ടെലിവിഷൻ അവതാരകയായിരുന്നു. IFFKയിലൊക്കെ പ്രധാന സാന്നിധ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ട അവരൊക്കെ ഈ ഷൈൻ ടോം ചാക്കോയുള്ള ക്രിമിനൽസിനെ ഒത്താശ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. അതുമാത്രമല്ല, ഈ ന്യൂജൻ സിനിമകൾ നല്ല കണ്ടൻറ്റാണ്, നന്നായിട്ട് ചെയ്യുന്ന ഒരുപാട് നിരകൾ ഇതിനുള്ളിലുണ്ട്. പക്ഷേ അവർക്കൊക്കെ അപമാനമായിട്ടാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെയൊക്കെ നടപടി. അതുമാത്രമല്ല, ഇനിയിപ്പോൾ നാളെ ഒരു നടിയാവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയൊക്കെ ഷൈൻ ടോം ചാക്കോയുള്ള സെറ്റിലേക്ക് മാതാപിതാക്കൾ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അത്രയധികം മോശമായ രീതിയിലാണ് ഇയാളുടെ രീതികൾ, ഇയാളുടെ പെരുമാറ്റം, ഇയാളുടെ ഓരോരോ പ്രവൃത്തികൾ, ഈ ഹോട്ടലിൽ നിന്ന് ചാടി പുറപ്പെടുന്നതും അതിനെല്ലാം പിന്തുണയ്ക്കുന്ന ഒരു കുടുംബവും ഓരപ്പാമ്പ് കാട്ടി പേടിപ്പിക്കേണ്ടതെന്നാണ് പിതാവ് പറഞ്ഞത്. 10 വർഷം കേസ് നടത്തി പരിചയമുണ്ട്. എൻ്റെ അമ്മ പറയുന്നത് എൻ്റെ മകനെ വേട്ടയാടരുതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിലാണ് ഈ ഷൈൻ ടോം ചാക്കോയുടെ മുന്നോട്ടുള്ള പോക്ക്. ഏതായാലും ഇന്ന് ഹാജരാകും എന്നാണ് അറിയുന്നത്. സ്വയം നിയന്ത്രണമെങ്കിലും ആൾ ഏർപ്പെടുത്തണമെന്നുള്ളതാണ്. അതെ അതെ, തീർച്ചയായിട്ടും.